നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റോയൽ എൻഫീൽഡിന്റെ ഏറ്റവും പുതിയ കോൺസെപ്റ്റ് ആയിട്ടുള്ള പിറ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞുള്ള കോൺസെപ്റ്റിനെ കുറിച്ചാണ്. പിറ്റ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണേ? സാധാരണ നമ്മൾ ഈ റേസ് കാർസും റേസ് ബൈക്സ് ഒക്കെ വരുമ്പോൾ ആ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ വന്നിട്ട് അവർ സർവീസ് ചെയ്ത് പോകണുണ്ടല്ലേ, ടയർ മാറ്റുക, ഫ്യൂൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ പോലെ. അത് പെട്ടെന്ന് ചെയ്യണ ആ ഒരു ഏരിയനാണ് നമ്മൾ പിറ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ആ ഒരു കോൺസെപ്റ്റ്, അതായത് റോയൽ എൻഫീൽഡ് വണ്ടികൾക്ക് ചെറിയ മൈനർ കംപ്ലയിൻസ് വരുമ്പോൾ അത് പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റിനാണ് പിറ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ എന്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. ടാക്സ് ബൈക്സ് റോയൽ എൻഫീൽഡിന്റെ DP ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഇത് പോയാലോ? പോയോ? അപ്പൊ പിറ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ റോയൽ എൻഫീൽഡ് ഈ കോൺസെപ്റ്റിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല, നിങ്ങളുടെ വണ്ടിക്ക് ഒരു മൈനർ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ഡീലർഷിപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് നിങ്ങളിൽ പലരും ഡീലർഷിപ്പിലേക്ക് പോവാറില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു SOP ഉണ്ട്. കസ്റ്റമർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ജോബ് കാർഡ് ഓപ്പൺ ചെയ്യണം. ആ ജോബ് കാർഡ് നമ്മുടെ ഫ്ലോറിലേക്ക് അലോക്കേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ടെക്നീഷ്യന് അലോക്കേറ്റ് ചെയ്യണം. ആ ടെക്നീഷ്യൻ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പെയർ വാങ്ങും. ഒരുപാട് പ്രൊസീജിയറുകൂടെയാണ് നമ്മുടെ റോയൽ എൻഫീൽഡിൽ സാധാ സർവീസ് സെന്ററിൽ ഒരു വണ്ടി നമ്മൾ സർവീസിന് എടുക്കുക. പിറ്റ് സ്റ്റോപ്പ് അതിന് വ്യത്യാസമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പിറ്റ് സ്റ്റോപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മൈനർ കംപ്ലയിൻസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഓയിൽ ടോപ്പ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് പാഡ് മാറ്റുക എന്നിങ്ങനത്തെ ചെറിയ ചെറിയ കംപ്ലയിൻസ് ഇല്ലേ, ഇങ്ങനത്തെ കംപ്ലയിൻസ് വരുമ്പോൾ കസ്റ്റമർക്ക് നേരിട്ട് പിറ്റ് സ്റ്റോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ, പിറ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഡീലർഷിപ്പിലുള്ള തന്നെ ഒരു ചെറിയൊരു സ്പേസിനാണ് പിറ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഈ ജോബ് കാർഡ് ഓപ്പണിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യം ആദ്യത്തിലില്ല. നേരെ പിറ്റ് സ്റ്റോപ്പിൽ വരുന്നു. നിങ്ങളുടെ മൈനർ കംപ്ലയിൻസ് എന്താണെന്ന് നമ്മുടെ അഡ്വൈസർ കേൾക്കും. അഡ്വൈസർ കേട്ട് കഴിഞ്ഞ് അത് ചെയ്യാനുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ജോബ് കാർഡ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും മിനിമം ഒരു 30-33 മിനിറ്റിൻ്റെ ഉള്ളിൽ തീരാവുന്ന കുറച്ച് വർക്കുകൾ ഉണ്ട് ഇതിൽ പിറ്റ് സ്റ്റോപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത്രയും വർക്കുകൾ മാത്രമാണ് നമ്മുടെ പിറ്റ് സ്റ്റോപ്പിൽ ചെയ്യുള്ളൂ. അപ്പോൾ വണ്ടി കയറ്റി ടെക്നീഷ്യനെ അലോക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ ജോബ് കാർഡ് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ ജോബ് കാർഡിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എഴുതുന്നത് അതിൻ്റെ പ്രോസസ്സ് കഴിയുന്നതോട് കൂടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പെട്ടെന്ന് വർക്ക് കഴിഞ്ഞ് പോകാൻ പറ്റും. നമ്മൾ ഇതിൽ ഈ കിയോസ്കിൽ നമ്മൾ നമ്മുടെ ഗൂഗിൾ പേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും വെച്ച് നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്ത് പോകാം. ഇൻ കേസ് അത് ക്യാഷ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതായിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിറ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഈ കോൺസെപ്റ്റിൽ എന്തൊക്കെ വർക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്? എല്ലാ വർക്കും പിറ്റ് സ്റ്റോപ്പിൽ ചെയ്യില്ല എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ മൈനർ കംപ്ലയിൻസ് മാത്രമാണ് നമ്മൾ പിറ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ അഡ്രസ്സ് ചെയ്യുന്നത്. ഈ മൈനർ വർക്ക്സ് ആണെങ്കിൽ കൂടി നമ്മളിത് അഡ്രസ്സ് ചെയ്യുന്നത് ഗുരു ലെവലിൽ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വർക്കുകൾ എന്നുള്ളത് നമുക്ക് നോക്കിയാലോ? വായോ. നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ ചെയ്യുന്ന വർക്കുകളുടെ ഒരു ഡീറ്റെയിൽ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. നമുക്ക് ബ്രേക്ക് പാഡ്സ് മാറ്റാൻ പറ്റും. നിങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു 150 രൂപ 200 രൂപ വരുന്ന കോസ്റ്റ് വരുന്ന വർക്കിനാണ് നമ്മുടെ ഇവിടെ J സീരീസിലാണെന്നുണ്ടെങ്കിൽ വെറും 75 രൂപയാണ് ബ്രേക്ക് പാഡ് മാറ്റാനുള്ള കോസ്റ്റ് വരുന്നത്. ഇനി നമ്മൾ നമ്മുടെ ചെയിൻ ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ക്ലച്ച് കേബിൾ റീപ്ലേസ് ചെയ്യുക. ഇനി ആക്സിലേറ്റർ കേബിൾസ് റീപ്ലേസ് ചെയ്യുക. ബ്രേക്ക് ഓയിൽ ഉണ്ടല്ലോ, ബ്രേക്ക് ഓയിൽ റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്യുക. മിറർ റീപ്ലേസ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ്, പിന്നെ എയർ ഫിൽറ്റർ ഇൻസ്പെക്ഷൻ ഇനി റീപ്ലേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം. സൈലൻസറിന്റെ ഗാർഡ് റീപ്ലേസ് ചെയ്യുന്നത്, സീറ്റ് അസംബ്ലി, ഇനി നമ്പർ പ്ലേറ്റിന്റെ ബ്രാക്കറ്റ് റീപ്ലേസ് ചെയ്യുക. സൈഡ് സ്റ്റാൻഡിന്റെ ഇൻസ്പെക്ഷൻ, അതെന്ന് വെച്ചാൽ സൈഡ് സ്റ്റാൻഡ് ഇൻസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യം വരും. എന്ന് വെച്ചാൽ സെൻസർ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി സൈഡ് സ്റ്റാൻഡ് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാവുന്നുണ്ട്. സൈഡ് കവർ റീപ്ലേസ്മെന്റ്, ഫുഡ് പെഗ്സ്, പിന്നെ ബ്രേക്ക് പെഡലുകൾ നമുക്ക് നോക്കാം. ഗിയർ ലിവറുകൾ, ക്ലച്ച് ലിവറുകൾ, പിന്നെ ബ്രേക്ക് ലിവർ ഇതിൻ്റെയൊക്കെ റീപ്ലേസ്മെന്റ്, പില്ലിയൻ ഹാൻഡിൽ റീപ്ലേസ്മെന്റ്, പിന്നെ എനി ജെനുവിൻ മോട്ടോർ സൈക്കിൾ ആക്സസറീസിന്റെ ഫിറ്റ്മെന്റ്. ഇപ്പൊ നിങ്ങൾക്ക് ക്രാഷ് ഗാർഡ് ആയിക്കോട്ടെ, സം ഗാർഡ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ സീറ്റ്, ഇപ്പോൾ ടൂറിംഗ് സീറ്റ് ആയിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഈ പിറ്റ് സ്റ്റോപ്പിൽ ഇത് പെട്ടെന്ന് ചെയ്ത് കിട്ടും. ഇതാണ് ഇതിന്റെ വെഹിക്കിൾ പാർട്ടിൽ നമ്മൾ കസ്റ്റമറിന് വേണ്ടി ചെയ്തിട്ടുള്ള ഐറ്റംസ്. ഇത്രയും കാര്യങ്ങളാണ് വെഹിക്കിൾ പാർട്ടിൽ വരുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും, നിങ്ങൾ ഏത് പുറത്തത്തെ വർക്ക്ഷോപ്പിൽ കൊടുക്കണേക്കാളും കോസ്റ്റ് കുറവിലാണ് ഡീലർഷിപ്പുകളിൽ നിങ്ങൾക്ക് ഓരോ വർക്കിന് ചാർജ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ ബ്രേക്ക് പാഡിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, പുറത്തൊരു 150 രൂപ 200 രൂപ ചാർജ് വരുന്നതാണ്. നമ്മുടെ ഇവിടെ വരുമ്പോൾ അതിന് 75 രൂപയാണ് ആകെ കോസ്റ്റ് വാങ്ങുന്നുള്ളൂ. ഇനി നമ്മൾ പോവുകയാണെങ്കിൽ എൻജിൻ സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, എൻജിൻ സൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇവിടത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻജിൻ ഓയിലിന്റെ ടോപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നത്. ഇപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെന്ന് വെച്ചാൽ ആ ടോപ്പ് അപ്പ് ചെയ്യാം. പിന്നെ സപ്രസർ ക്യാപ്പ് ഇൻസ്പെക്ഷൻ ആൻഡ് റീപ്ലേസ്മെന്റ് ഉണ്ട്.
സ്പാർക്ക് പ്ലഗ് നമുക്ക് എന്തെങ്കിലും ഇൻസ്പെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും അതും നമുക്ക് പിറ്റ് സ്റ്റോപ്പിൽ ചെയ്യാവുന്ന ഒരു വർക്കാണ്. ഇനി നമുക്ക് ഇലക്ട്രിക്കൽ സൈഡിലേക്ക് പോവാം. ഇലക്ട്രിക്കൽ സൈഡിൽ നമുക്ക് കസ്റ്റമേഴ്സിന് പലപ്പോഴും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലൈറ്റുകളുടെയും ഇൻഡിക്കേറ്ററിൻ്റെ ഒക്കെ ഫംഗ്ഷനിങ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും ഇമ്പോർട്ടൻസ് ഓരോ വർക്കിലും കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ആ വർക്കിൽ എന്താണെന്ന് വെച്ചാൽ ഇൻഡിക്കേറ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇൻഡിക്കേറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ ഫ്യൂസിന്റെ റീപ്ലേസ്മെന്റ് ഇൻസ്പെക്ഷൻസ് വരുന്നുണ്ട്. പിന്നെ പൈലറ്റ് ബൾബുകൾ, നമ്മുടെ ഹെഡ്ലൈറ്റ് അല്ലെങ്കിൽ ബാക്കിന്റെ ടെയിൽ ലാംപ്സ്, ഇനി ബാറ്ററിയുടെ ഇൻസ്പെക്ഷൻ, ബാക്കിയുള്ള കാര്യങ്ങൾ, മൈക്രോ റിലേസ്, സ്വിച്ച് മോഡ്യൂൾസ്. നമ്മുടെ സ്വിച്ച് മോഡ്യൂൾസ് ഇല്ലേ, നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാത്തിൻ്റെയും സ്വിച്ച് മോഡ്യൂൾസുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കുന്നുണ്ട്. പിന്നെ സൈഡ് സ്റ്റാൻഡിന്റെ സ്വിച്ചിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ക്ലച്ചിന്റെ സ്വിച്ച്, പിന്നെ ലംബാർഡ് സെൻസേഴ്സ് ഉണ്ട്, പിന്നെ റിലേ സ്റ്റാർട്ടേഴ്സ്, പിന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കത് റീപ്ലേസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് കൈയോടെ ചെയ്തു പോകാം. പിന്നെ കോമൺ കീ സെറ്റ് റീപ്ലേസ്മെന്റ്. അപ്പൊ ഇത്രയും വർക്കുകളാണ് നമ്മൾ പിറ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ റോയൽ എൻഫീൽഡിന്റെ ഈ ഒരു കോൺസെപ്റ്റിൽ ചെയ്യുന്നത്. പിന്നെ റോയൽ എൻഫീൽഡിന്റെ ഈ പിറ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആദ്യമായിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ടാക്സ് ബൈക്സിൽ കുരിയേച്ചിറ എന്ന് പറഞ്ഞിട്ടുള്ള ഡീലർഷിപ്പിലാണ്. അത് എന്തുകൊണ്ടോ നമ്മൾ പ്രിവിലേജ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് ഇത്രയും വർക്കുകൾ ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പൈലറ്റിംഗ് എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ അടുത്ത കാര്യങ്ങൾ നടക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വർക്ക് കഴിഞ്ഞിട്ട് പോവാവുന്ന ഒരു കോൺസെപ്റ്റാണ്. നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി. നിങ്ങൾ ഡീലർഷിപ്പിലേക്ക് വരുമ്പോൾ സെക്യൂരിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ അഡ്വൈസർ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയേണ്ട ആദ്യത്തെ കാര്യം മൈനർ വർക്കാണോ മേജർ വർക്കാണോ എന്നുള്ളതാണ്. മൈനർ വർക്കാണെന്നുണ്ടെങ്കിൽ പിറ്റ് സ്റ്റോപ്പിലേക്ക് ഡയറക്റ്റ്ലി നിങ്ങളുടെ വണ്ടി അവർ ഗൈഡ് ചെയ്ത് തരും. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്ക് പെട്ടെന്ന് തീർത്ത് നിങ്ങളുടെ വർക്കിന്റെ എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടാണ് നിങ്ങൾക്ക് വണ്ടി തരുന്നത്. ഈവൻ പേയ്മെന്റിന് വരെ നിങ്ങൾക്ക് ഹാസൽ ഉണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് അഡ്വാൻസ് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇൻവോയ്സ് നമ്മൾ വാട്സാപ്പിൽ അങ്ങോട്ട് അയച്ചു തരും. അപ്പോൾ ഇത്രയും മൈനർ വർക്കുകൾക്ക് ഇനി പുറത്ത് പോകേണ്ട ഒരു കാര്യം ഇപ്പോൾ ആവശ്യം വരുന്നില്ല. കഴിഞ്ഞാൽ കോസ്റ്റ് വൈസ് നിങ്ങൾക്ക് കുറവാണ്. സമയം എന്ന് പറയുന്നത് ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു വർക്കാണെങ്കിൽ കൂടി നമുക്കൊരു 33 മിനിറ്റിനുള്ളിൽ തീർക്കാവുന്ന വർക്കുകളാണ് നമ്മൾ പിറ്റ് സ്റ്റോപ്പിൽ ചെയ്യണത്. അപ്പോൾ അതും എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുക. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് ഇനിയും ആഡ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വർക്കിൻ്റെ ലോഡ് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അനലൈസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഇത്രയും ലേബറുകളാണ്, ഇത്രയും വർക്കുകളാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിറ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ പിറ്റ് സ്റ്റോപ്പിനെ കുറിച്ച് സംസാരിച്ചു. ഇനി ഒരു കാര്യം നിങ്ങളോട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ സർവീസ് സെൻ്ററാണ്, നമ്മൾ സർവീസ് ഇൻഡസ്ട്രിയാണ്. 100% ആൾക്കാരെ നമുക്ക് ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഈ 100%-ന് വേണ്ടി എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കൂടെ സർവീസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്കോ അല്ലെങ്കിൽ നമ്പറിലേക്കോ വിളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആ കംപ്ലയിൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 100% നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് ചെയ്ത് കറക്റ്റ് ചെയ്ത് തരേണ്ട ബാധ്യസ്ഥത നമുക്കുള്ളതുകൊണ്ട് നമ്മളത് ചെയ്ത് തരാൻ ബാധ്യസ്ഥരാണ്. നമ്മളത് ചെയ്ത് തരുകയും ചെയ്യും. ഇനി നമുക്ക് ട്രൈ ചെയ്യാനേ പറ്റുള്ളൂ. മാക്സിമം നമ്മൾ അത് കറക്റ്റ് ചെയ്യാനും ഇതുപോലത്തെ ഇഷ്യൂസ് ഇല്ലാതിരിക്കാനും നമ്മൾ എന്നും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർവീസ് സെൻ്റർ എന്ന് പറയുന്നത് എന്നും ഒരു ലേണിംഗ് പ്രോസസ്സുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങളോട് ജസ്റ്റ് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും തെറ്റുകൾ വരില്ല എന്ന് നമ്മൾ പറയുന്നില്ല. തെറ്റുകൾ വരാം. പക്ഷേ ആ തെറ്റുകളുടെ എണ്ണം അതല്ലെങ്കിൽ ആക്കം കുറയ്ക്കാൻ നമ്മൾ എന്നും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനു വേണ്ടിയാണ് എന്നും എഫേർട്ട് ഇടുന്നതും. ഇനി അപ്പോൾ അത് പറയാതിരിക്കെ ഇനി നമ്മൾ പിറ്റ് സ്റ്റോപ്പിനെ കുറിച്ച് ഒന്നും കൂടി പറയാം. പിറ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. നിങ്ങളുടെ വണ്ടിക്ക് മൈനർ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡീലർഷിപ്പിൽ വന്നിട്ട് ഓതറൈസ്ഡ് ആയിട്ട് കറക്റ്റ് ചെയ്ത് പോവാം. ലെസ് കോസ്റ്റിലും ലെസ് ടൈമിലും നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറിലേക്ക് ഒന്നും കൂടി വിളിക്കാം. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ മുകളിൽ കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളവിടെ സർവീസ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കണ്ട നമ്പറിലൊന്ന് വിളിക്കാം. ഇൻഷുറൻസിനെ കുറിച്ച് എപ്പോഴും ആലോചിക്കുക. ഇനി റിസ്റ്റോറേഷൻസും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ് റിന്യൂ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്കൊന്ന് വിളിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ അമേസിംഗ് ആൻഡ് സ്റ്റേ ഇൻ ലവ്.